ഹായ് ഗായ്സ്. അപ്പോൾ ഞാനൊരു കുറച്ച് ദിവസം ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയെങ്കിൽ പോലും എനിക്കിങ്ങനെ വീഡിയോസും കണ്ടൻസും ഒന്നും കിട്ടുന്നില്ലായിരുന്നു. മാത്രമല്ല വെറും 12 സബ്സ്ക്രൈബേഴ്സിനെ വെച്ചിട്ട് എങ്ങനെ വീഡിയോ ഇടും അങ്ങനെയൊക്കെ ഉള്ളൊരു തോട്ടുള്ളത് കാരണം നെക്സ്റ്റ് വീഡിയോ എന്താണെന്ന് പ്ലാൻ ചെയ്യാനോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ഇടണം എന്നുള്ളൊരു തോട്ട് പോലും എനിക്കില്ലായിരുന്നു. പക്ഷേ 12 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും അതെനിക്ക് ഉണ്ടല്ലോ. അപ്പോൾ തുടങ്ങിയപ്പോൾ ഒരു 10 ഡേ ആയി കാണും എനിക്കിപ്പോൾ ഞാനിത് തുടങ്ങിയിട്ട്. അപ്പം ആ 10 ദിവസം കൊണ്ട് എനിക്കൊരു 12 സബ്സ്ക്രൈബേഴ്സ് ആയി, 40+ വ്യൂസ് ആയി. അപ്പോൾ എന്താ ഒരു നല്ല തുടക്കമായിട്ട് എനിക്ക് തോന്നി. അപ്പം വിചാരിച്ചു എന്തായാലും പുതിയ കണ്ടന്റ് ഒന്നും പറയാൻ പറ്റത്തില്ല, എല്ലാവരും ഇട്ട് ഇതായിട്ട് ഞാനും ഇപ്പം ഇടാൻ പോകുന്നു. അപ്പം വെൽക്കം ടു പാറൂസ് ഓൺ ബോർഡ്. നിങ്ങളെ വെൽക്കം ചെയ്യുന്നു ഞാൻ. അപ്പോൾ പുതിയ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്നെ പറ്റി, എൻ്റെ ഫാമിലിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പം അതിലേക്ക് പോകാം. അച്ഛൻ ഇപ്പം ഗവൺമെൻറ് ജോലിയാണ്, പണ്ടതല്ലായിരുന്നു. ഇങ്ങനെ പറയാൻ അറിയാത്തതുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഗവൺമെൻറ് ജോലിയാണ്. അമ്മ ഹൗസ് വൈഫാണ്. അമ്മയുടെ പേര് മഞ്ജു, അച്ഛൻ്റെ പേര് സജീവ്. അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മയെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ഞങ്ങൾ ഉണ്ടാക്കാറുള്ള അടികളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം അമ്മൂമ്മയ്ക്ക് ചെവി കേൾക്കില്ല. പക്ഷേ ചെവി കേൾക്കില്ലെങ്കിൽ പോലും നമ്മൾ വിചാരിക്കുക ചെവി കേൾക്കാത്ത ആളല്ലേ വിട്ടേക്കാം എന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. ചെവിക്കകത്ത് പോയി പറയാറുണ്ട്, അടി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടവും പുള്ളിക്കാരിയെ തന്നെയാണ്. ഒരു ദിവസം വീട്ടിലില്ലെങ്കിൽ ഞാൻ പറയും നല്ല സമാധാനം എന്ന് പുറമേ പറഞ്ഞാൽ ഉള്ളിൽ എനിക്കൊരു എന്താ എപ്പോഴും ഒരു ഇതുണ്ട്, പുള്ളിക്കാരി ഇവിടെ ഇല്ലല്ലോ എന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. ഇപ്പോൾ ഇത്രയും ഫ്രീ ആയിട്ട് തന്നെ ഞാനിവിടെ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരും ഇല്ല. അമ്മൂമ്മ നല്ല ഉറക്കമാണ്, അച്ഛൻ ജോലിക്ക് പോയി, അമ്മ യോഗയ്ക്ക് പോയി. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇത്രയും വളവളാണ് സംസാരിക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര എനിക്ക് എന്താ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. കാരണം അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു തോട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഈ 10 ദിവസമായിട്ടും പുതിയ വീഡിയോസ് ഞാൻ പറഞ്ഞു, പുതിയ കണ്ടന്റുകൾ ഞാൻ ഇറക്കും എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഇറക്കാനായിട്ട് എനിക്ക് ഈ വീട്ടിലിരുന്ന് എൻ്റെ വീട്ടുകാരാണ് എൻ്റെ ആൾക്കാരാണ് ചുറ്റും ഉള്ളത് എങ്കിൽ പോലും എനിക്ക് ഭയങ്കര എന്താ മടി. എൻ്റെ വോയിസ് ശരിയാകുമോ, എൻ്റെ ഫ്രെയിം, എൻ്റെ എഡിറ്റിങ്, ഞാൻ എടുക്കുന്ന വീഡിയോസ് ഇതൊക്കെ ശരിയാകുമോ എന്നുള്ളൊരു പിന്നെ ആൾക്കാർ കേട്ടാൽ എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെയുള്ള കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പം ഇവർ ഇത്രയും പേരാണ് എൻ്റെ വീട്ടിലെ ആൾക്കാർ എന്ന് പറയുന്നത്. എൻ്റെ പേര് 22 വയസ്സുണ്ട്. 22 വയസ്സ്. എനിക്കിങ്ങനെ പറയാൻ ത്വരയാണ്, ഞാൻ പഠിക്കുന്നത് എന്താണെന്നൊക്കെ. പക്ഷേ ഞാനതൊരു വേറെ വീഡിയോ ഇടും. കാരണം എനിക്ക് ലൈഫിൽ കിട്ടാവുന്നത് വെച്ച് നല്ലൊരു കണ്ടന്റ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറൊരു വീഡിയോ ഞാൻ ഉറപ്പായിട്ടും ഇടുന്നതായിരിക്കും. അപ്പം ഇവരൊക്കെയാണ് എൻ്റെ വീട്ടിലെ ആളുകൾ. എൻ്റെ ഫാമിലി എന്ന് പറയുമ്പം എൻ്റെ വീട്ടിലുള്ള ഈ നാളിൻ്റെ സംഘത്തെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫാമിലി എന്ന് പറയുന്നത് നല്ല ബിഗ് ഫാമിലിയാണ്. അവരെയൊക്കെ വേറൊരു വീഡിയോയിൽ അല്ലെങ്കിൽ ഓണത്തിന് ഇവർ വരുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്ത് പരിചയപ്പെടുത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇവരെല്ലാം ഓരോരോ ജില്ലകളിലാണ്. കുറേ ആൾക്കാർ തൃശ്ശൂരുണ്ട്, കുറേ ആൾക്കാർ ആലപ്പുഴയുണ്ട്. അപ്പം ഇവരെല്ലാം ഓരോരോ ജില്ലകളിലാണ്. അപ്പം ഈ ഒരു കണ്ടന്റിനകത്ത് എന്താ പറയുക, എന്നെപ്പറ്റി, എൻ്റെ ഫാമിലിയെ പറ്റി ഞാൻ അപ്പം ഇതാണ് എൻ്റെ ഫാമിലി. അപ്പോൾ അടുത്ത ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.